Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ വളർത്താനും പിന്തുണ നൽകാനും പൊതുസമൂഹം കൂടുതലായി മുന്നോട്ട് വരണമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. തിമിരി സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലത്ത് നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചിലവിലാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ റിട്ടയർഡ് KSFE സീനിയർ മാനേജർ മരണപ്പെട്ടു. പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പീരക്കാന്തടം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. വാർത്തകൾ വിശദമായി. സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു. 1 കോടി രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വിവിധങ്ങളായിട്ടുള്ള സാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കഴിയും. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കായിക മേഖല നൽകുന്ന സാമ്പത്തിക മേഖലയിലേക്കുള്ള തിരിച്ചുവിടൽ. സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രം മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൽ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തു. അതോടൊപ്പം തന്നെ സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, C സത്യപാലൻ, പ്രഥമാധ്യാപിക സ്മിത KT, തമ്പാൻ മാസ്റ്റർ, രജനി മോഹൻ, KP രമേശൻ, C ചിന്താമണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ വളർത്താനും പിന്തുണ നൽകാനും പൊതുസമൂഹം കൂടുതലായി മുന്നോട്ട് വരണമെന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. സഹകരണ മേഖലയിൽ 73 വർഷം പിന്നിട്ട തിമിരി സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഏതായാലും 2 സഹകരണ പ്രസ്ഥാനങ്ങളുടെ 2 ഓഡിറ്റോറിയങ്ങൾ, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും തുടങ്ങി ഒരു സോഷ്യലിസ്റ്റ് മത്സരം ഇതിനകത്താവാം. പിന്നെ ഓഡിറ്റോറിയത്തിന്റെ സാധ്യതകൾ നല്ലതുപോലെയുള്ള സ്ഥലമാണ്. ഞാനൊരു നഗരം ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് തന്നെയാണ്. കേരളമാണെങ്കിൽ അതിവേഗത്തിൽ അർബനൈസ് ചെയ്യപ്പെടുന്ന സംസ്ഥാനമാണ്. നബാർഡിന്റെ പാക്സ് ആൻഡ് MSc പദ്ധതിയിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച് പൂർണ്ണമായും ശീതീകരിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. തിമിരി ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റ് TK ചന്ദന്റെ ഫോട്ടോ കേരള ബാങ്ക് ഡയറക്ടർ സാബു അബ്രഹാം അനാച്ഛാദനം ചെയ്തു. തിമിരി ബാങ്ക് പ്രസിഡന്റ് T. ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AG അജിത് കുമാർ, CV പ്രമീള, സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ V. ചന്ദ്രൻ, നബാർഡ് DDM KS ഷാരോൺ വാസ്, സഹകരണ സംഘം ഹോസ്ദുർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ P. ലോഹിതാക്ഷൻ, കേരള ബാങ്ക് സീനിയർ മാനേജർ M. പ്രവീൺ കുമാർ, തിമിരി ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി PP ചന്ദ്രൻ, KCEU ജില്ലാ പ്രസിഡന്റ് K. പ്രഭാകരൻ, KCEF സംസ്ഥാന സെക്രട്ടറി K. ശശി തുടങ്ങിയവർ സംസാരിച്ചു. ടൂറിസം, ആരോഗ്യ മേഖലകളിൽ കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ബാങ്ക് തീരുമാനിച്ചതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കൺവെൻഷൻ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള പോലീസിൽ മികച്ച തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലീസ് സേനയിലേക്ക് കടന്നുവരുന്നതുകൊണ്ട് കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കേരള പോലീസിന് സാധിക്കുന്നുണ്ടെന്നും സേന ഇനിയും ജനകീയമാക്കേണ്ടതുണ്ടെന്നും കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പറഞ്ഞു. പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാർ എന്നത് ഏറ്റവും കുറഞ്ഞത് PGയോ ഡിഗ്രിയോ ഒക്കെ ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ് പോലീസിലേക്ക് കടന്നത്. അപ്പോൾ അവരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിന് ആവശ്യമായ പരിശീലനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി പൊതുസമൂഹത്തോട് സംവദിക്കുന്ന കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തി പോകുന്നത് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ്. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയേഷ് TV അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ MLA TI മധുസൂദനൻ, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അനോജ് പല്ലിവാൾ IPS എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഷാജി M. സ്വാഗതം ആശംസിച്ചു. KPA കണ്ണൂർ റൂറൽ ജോയിന്റ് സെക്രട്ടറി സനത്ത് KP അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കണ്ണൂർ റൂറൽ അഡീഷണൽ SP MB വിനോദ്, തളിപ്പറമ്പ് DYSP പ്രദീപൻ കണ്ണിപ്പൊയിൽ, KPOA സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി രമേശൻ വെള്ളോറ, KPA സംസ്ഥാന കമ്മിറ്റി ട്രഷറർ അഭിജിത്ത് GP, KPOA സംസ്ഥാന നിർവാഹക സമിതി അംഗം രാജേഷ് PV, KPOA കണ്ണൂർ റൂറൽ സെക്രട്ടറി അനീഷ് KP, കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് പ്രജീഷ് T തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ DYSP M. വിനോദ് കുമാർ, കണ്ണൂർ റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുഭാഷ് പരങ്ങേൻ, കണ്ണൂർ റൂറൽ നാർക്കോട്ടിക് സെൽ DYSP വിൻസെന്റ് ജോസഫ്, KPOA കണ്ണൂർ റൂറൽ പ്രസിഡന്റ് രമേശൻ NV, കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി പ്രദീപൻ EV, KPA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മഹിത KPV തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലത്ത് നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചിലവിലാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. കുഞ്ഞിമംഗലത്ത് നിർമ്മിച്ച ആധുനിക മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ കായിക വകുപ്പ് മുഖേന അനുവദിച്ച 50 ലക്ഷവും ഉൾപ്പെടെ 1 കോടി രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലത്താണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്ന വിധത്തിൽ ഫ്ലഡ് ലൈറ്റിംഗ് സംവിധാനത്തോടെ പദ്ധതി നടപ്പിലാക്കിയത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കിയത്.
നമുക്ക് ലഭിച്ചത് 5000 കോടിയുടെ നിക്ഷേപമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കമുള്ള നിരവധി സംഘടനകൾ ഈ മേഖലയിൽ മുതലെടുക്കാൻ തയ്യാറായ 5 സ്റ്റേഡിയങ്ങളാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിൽ വലിയ മാറ്റമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഈ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ ഒരു പഞ്ചായത്തിലും കളിക്കളം ഇല്ലാതെ പോകാൻ പാടില്ല. എല്ലാ പഞ്ചായത്തിലും നിർബന്ധമായും കളിക്കളങ്ങൾ നിർമ്മിക്കണം. അതിൻ്റെ ഭാഗമായി നമ്മളെടുത്തൊരു കണക്ക് പ്രകാരം 464 പഞ്ചായത്തുകളിൽ സ്വന്തമായി കളിക്കളം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ ആ കളിക്കളം നിർമ്മിക്കുന്നതിന് നടപടിയെടുക്കുകയും ഏകദേശം 97 കളിക്കളങ്ങൾ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് വിവിധ പഞ്ചായത്തുകളിൽ. ഇനി ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ അതിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പല പഞ്ചായത്തുകളിലും സ്ഥലം ലഭ്യമാകാത്തത് കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. APM മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന, വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ, CP ഷിജു, MV ദീപു, K സുമയ്യ, K പത്മനാഭൻ, KV വാസു, M ശ്രീജിത്ത്, KM ബാലകൃഷ്ണൻ, VK കരുണാകരൻ, P കരുണാകരൻ മാസ്റ്റർ, T താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ റിട്ടയർഡ് KSFE സീനിയർ മാനേജർ മരണപ്പെട്ടു. പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പീരക്കാന്തടം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ റിട്ടയർഡ് KSFE സീനിയർ മാനേജർ മരണപ്പെട്ടു. പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പീരക്കാംതടം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. വാഹനം നിർത്തി സുഹൃത്തിനെ കാണാൻ റോഡ് മുറിച്ചു കടക്കവേ കാർ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വെള്ളിയാഴ്ച ഉച്ചയോടെ മരണപ്പെടുകയായിരുന്നു. അപകടത്തിനിടയാക്കിയ KL 60V 8054 നമ്പർ കാർ പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കാറമേലിലെ പരേതരായ KV കൃഷ്ണന്റെയും മാവില മാധവിയുടെയും മകനാണ്. ഭാര്യ ഏഴിലോട് ത്രിവേണി കമ്മ്യൂണിക്കേഷൻസ് ഉടമയും COA പയ്യന്നൂർ സൗത്ത് മേഖല മെമ്പറുമായ KK സുപ്രിയ. മക്കൾ വിശാഖ്, വിഘ്നേഷ്, ഐശ്വര്യ. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് കാറമേൽ സമുദായ ശ്മശാനത്തിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവത്തിന് തിരക്കേറി. ജൈവ വൈവിധ്യങ്ങളെ അടുത്തറിയാനും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും അമ്യൂസ്മെന്റ് പാർക്കും മേളയുടെ ആകർഷണമാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചരിത്ര പ്രസിദ്ധമായ മാടായിപ്പാറയിലാണ്. മാടായിപ്പാറയിൽ പാളയം ഗ്രൗണ്ടിൽ മാടായി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന മാടായി മഹോത്സവം നടന്നു വരികയാണ്. മാടായി മഹോത്സവത്തിലെ കാഴ്ചകൾ നമുക്കാദ്യം കണ്ടുവരാം. അപ്പോൾ മാടായി മഹോത്സവത്തിന്റെ ശില്പി, മാടായി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഹീദ് കായ്ക്കാരനാണ് നമ്മോടൊപ്പം ചേരുന്നത്. സഹീദ് ക, നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ മാടായി മഹോത്സവം, എങ്ങനെയാണ് മുന്നേറുന്നത്? മാടായി മഹോത്സവം എന്ന് പറഞ്ഞാൽ മാടായിക്ക് ഒരു മഹോത്സവം ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ പരിപാടിയിൽ ഒരുപാട് കലാകാരന്മാരെയും അതുപോലെ കലാപരിപാടികളെയും ഇതിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ കലാപരിപാടികളും അതോടൊപ്പം തന്നെ നാടകങ്ങളും അതുപോലെ മാടായിക്കാർക്കുള്ള കലാ പ്രകടനത്തിനുള്ള അവസരങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ജൈവ വൈവിധ്യത്തിന്റെയും അതുപോലെ തന്നെ ചരിത്ര സ്മാരകങ്ങളുടെയും ഒക്കെ
സംഗമ ഭൂമിയാണ് മാടായി എന്ന് പറയുന്നത് അല്ലേ? ഒരുപക്ഷെ ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മാടായി ഫെസ്റ്റ് അല്ലെങ്കിൽ മാടായി മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ? മാടായിയെ സംബന്ധിച്ചുള്ള മാടായി പാറ എന്നുള്ളത് ജൈവ വൈവിധ്യ സമൃദ്ധമായ ജൈവവൈവിധ്യ കലവറയാണ്. അപ്പോൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ ജൈവ വൈവിധ്യം നമ്മുടെ ഈ നാട്ടുകാരെ അറിയിക്കുക, അതോടൊപ്പം നമ്മുടെ ഈ രാജ്യത്തെ അറിയിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായി കരുതിക്കൊണ്ട് തന്നെ കിലയുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഏകദിന ശില്പശാല കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അതുപോലെ വൈസ് പ്രസിഡന്റുമാരെയും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തി. അത് നമുക്ക് നമ്മുടെ ഈ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആൾക്കാരുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. അത് വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും മാടായി കോട്ടയുടെ മാതൃകയിലാണ് ഒരുപക്ഷെ ഇതിൻ്റെ പ്രവേശന കവാടം തന്നെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് അക്വേറിയവും മറ്റും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ തനത് വിഭവങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വ്യത്യസ്തമായൊരു മേളയായിരുന്നു ഇത്. അതുപോലെ തന്നെ മാടായിലെ കലാകാരന്മാർക്കുള്ള ആദരവ് ഈ മേളയുടെ പ്രധാനപ്പെട്ട ആകർഷകമായിരുന്നു. ഏതൊക്കെ കലാകാരന്മാരെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആദരിച്ചപ്പെട്ട കലാകാരന്മാർ ആരൊക്കെയായിരുന്നു? മാടായി എന്ന് പറയുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുടെ ഒരു കലവറയാണ്, വെറും ജൈവവൈവിധ്യ കലവറയല്ല. കാരണം നാടകക്കാരുണ്ട്, പ്രശസ്തനായ നമ്മുടെ ഇബ്രാഹിം വെങ്ങരെ പോലുള്ളവരുണ്ട്, അതുപോലെ തന്നെ ശില്പി KKR വെങ്ങരെ പോലുള്ളവരുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഭാഗ്യലക്ഷ്മി ടീച്ചറെ പോലെ, മാമുവാശിനെ പോലെ, അങ്ങനെ നിരവധി താഹാമാടായിയെ പോലെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് എഴുത്തുകാർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങിയവരാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അവരൊക്കെ നമ്മുടെ ഈ മാടായിയുടെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും ആയിരക്കണക്കിന് ആളുകളാണ് വൈകുന്നേരങ്ങളിൽ മാടായി പാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് കേൾക്കേണ്ടത്. നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്ഥിരം പ്രേക്ഷകരൊക്കെ ഈ പരിപാടി കാണാൻ എത്തിച്ചേരുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ദീപ അല്ലേ? പേരെന്താ? ബേബി അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ മാടായി മഹോത്സവത്തിൽ വന്നിട്ട് കണ്ടത്? കേറുമ്പോ തന്നെ നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. നല്ലൊരു കാണാനായിട്ട് കവാടത്തില് കേറുമ്പോൾ തന്നെ കോട്ടയുടെ വാതിലുണ്ട്. പിന്നെ നല്ല പക്ഷികളെല്ലാം ഉണ്ട്. നല്ലൊരു ഇതാണ് കാണുന്നത്. ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ വളരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കൂടുതൽ കാര്യങ്ങൾ കാണാനിരിക്കുന്നു അല്ലേ? എനിക്ക് കൂടുതൽ കാര്യം മുന്നോട്ടേക്ക് ഉണ്ടത്രേ, പകുതിക്കെത്തിയത്രേ. നല്ലൊരു അനുഭവം. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്ര അധ്യായം കൂടി കുറിച്ചിരിക്കുകയാണ് മാടായി മഹോത്സവം. മാടായിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക്. മാടായി മഹോത്സവത്തിലെ മുഖ്യ ആകർഷണമാണ് ആമസോൺ അക്വാ പെറ്റ് ഷോ. മെക്സിക്കൻ ഇഗ്വാന, ആഫ്രിക്കൻ ബോൾ പൈത്തൻ, കോഴിയിനത്തിൽപ്പെട്ട ബ്രഹ്മ തുടങ്ങി അപൂർവ ഇനം പക്ഷിമൃഗങ്ങൾ മേളയിലുണ്ട്. നീലേശ്വരം സ്വദേശി BT ബ്രിജേഷ്, ഷാജഹാർ കായംകുളം എന്നിവരാണ് ഇതിനെ പരിപാലിക്കുന്നത്. മാടായി മഹോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാടായി മഹോത്സവത്തിൽ ഏവരെയും ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്താണ്? എൻ്റെ പേര് ബ്രിജേഷ്. ബ്രിജേഷ് അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? നമ്മളിവിടെ മെക്സിക്കൻ ഇഗ്വാന, മക്കാവോ, ആഫ്രിക്കൻ ബോൾ പൈത്തൻ, പിന്നെ മറ്റു ഒട്ടനവധി പ്രാവ്, കിളികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് പാമ്പ് കടിക്കുമോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഇത് വിഷമില്ലാത്ത പാമ്പാണ്. വിഷമില്ലാത്ത പാമ്പാണ്. കടിക്കത്തുമില്ല, വിഷമില്ല. ഇതിന്റെ പേരെന്താ പറയാ? ഇത് ആഫ്രിക്കൻ ബോൾ പൈത്തൻ. ഇതിന് എത്ര വയസ്സുണ്ടാവും? ഇതിപ്പോ 1.5 വയസ്സ്. 1.5 വയസ്സുണ്ടാവും അല്ലേ? ഈ ചേട്ടൻ തന്നെയാണ് ഇതിനെ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ? ഞങ്ങൾ 3-4 പേരുണ്ട്. 3-4 പേരുണ്ട് അല്ലേ? എവിടെയൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഷോ ചെയ്ത് സംഘടിപ്പിച്ചത്? നമ്മൾ പല സ്ഥലത്തും പോകാറുണ്ട്. ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇപ്പം പൊന്നാനിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് വിളിക്കുന്നു, അങ്ങനെ പോകുന്നു. ഇനി അടുത്ത കണ്ണൂരാണ്. അതിന് പിന്നെ ഊട്ടിയിൽ പോകാനുണ്ട്. ഇതിന്റെ പേരെന്താണ്? ഇത് മക്കാവോ. മക്കാവോ അല്ലേ? എത്ര രൂപ വില വരും ഇതിന്? 1.5-1.25 ലക്ഷം രൂപ. 1.25 ലക്ഷം രൂപ വില വരും അല്ലേ? പ്രധാനമായിട്ട് ഈ ബേർഡ് എവിടെയാണ് കണ്ടുവരുന്നത്? ഓസ്ട്രേലിയയിലാണ് വരുന്നത് അല്ലേ? ഇവൻ കൂടിയിട്ട് എത്ര കാലമായി? ഇതിപ്പോ നമ്മളോട് കൂട്ടിയിട്ട് 2 കൊല്ലം. 2 വർഷമായി അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ പെറ്റ് സ്റ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെക്സിക്കൻ ഇഗ്വാന എന്ന് പറയുന്നത് അല്ലേ? വളരെയധികം ആകർഷകമാണ്. അതുപോലെ മെക്സിക്കൻ ഇഗ്വാനയും അതുപോലെ തന്നെ നമ്മുടെ മാടായി പഞ്ചായത്തിന്റെ മെമ്പറുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരമുണ്ട്. പേരെന്താണ് സർ?
മുനീർ മാടായി പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പറാണ്. മാടായി പഞ്ചായത്തിലെ 10ാം വാർഡ് മെമ്പറാണ്. ഒരുപക്ഷെ മാടായി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്? തീർച്ചയായും മാടായി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ പരിപാടി. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പല ഫാമിലികളും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് നല്ല അഭിപ്രായങ്ങളാണ്. നമ്മളെ മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അഭിപ്രായങ്ങൾ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറം തന്നെയാണ് ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ ഒരുപാട് കുട്ടികൾ ഫാമിലിയുടെ സപ്പോർട്ടുകളൊക്കെ. എന്തായാലും മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മാടായി മഹോത്സവം ഈ നാടിന്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ആളുകളാണ് കൂട്ടായ്മയോടെ ഈ പരിപാടിയും പെറ്റ് സ്റ്റേഷനിലും കാണാൻ എത്തിച്ചേരുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി വെങ്ങരയിൽ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. വെള്ളിയാഴ്ച രാവിലെയാണ് വെങ്ങരയിലെ ഹോം സെന്റർ എന്ന സ്ഥാപനം കത്തിനശിച്ചത്. പയ്യന്നൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേന തീയണച്ചു. പഴയങ്ങാടി വെങ്ങരയിലെ ഹോം സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നും ഇന്ന് രാവിലെയാണ് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. പയ്യന്നൂരിൽ നിന്ന് അഗ്നിശമന സേനയും എത്തിയിരുന്നു. കടയിലെ തുണിത്തരങ്ങളും മറ്റ് സാധനങ്ങളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. പഴയങ്ങാടി ഭാഗത്ത് അടിക്കടിയുണ്ടായ തീപിടുത്തങ്ങൾ ജനങ്ങളിൽ ഏറെ ആശങ്ക ഉയർത്തുന്നു. ഹോം സെൻ്ററാണ്. രാവിലെ ഒരു 8:00 വന്ന് പുക വരുന്ന 2 തരത്തിലെ കടക്കാർ. അപ്പോൾ കടക്കാരൻ വിളിച്ചിട്ടാണ് നമ്മളെല്ലാം വന്നത്. അപ്പോൾ പുക വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാനില്ല. അവസാനം ഗ്ലാസ് അടിച്ച് പൊളിച്ചു. ഗ്ലാസ് അടിച്ച് പൊളിച്ചിട്ട് വെള്ളം വെച്ച് തീക്കെടുത്ത് പ്രാവശ്യം നഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലും ചെറുപുഴ മലയോര മേഖലകളിലും കോൺഗ്രസിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ കുഞ്ഞികൃഷ്ണൻ നായരുടെ 1ാം ചരമവാർഷികവും അനുസ്മരണവും നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ഒരുപാട് സഹകരണ സംഘങ്ങൾ ഗ്രീൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശ്രീ കുഞ്ഞികൃഷ്ണൻ നായർ സ്ഥാപിച്ച സംഘമാണ്. അതുപോലെ സഹകാരി പ്രിന്റേഴ്സ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാടിയോട്ടിയാല് ബാങ്കിൻ്റെ പ്രസിഡന്റ്, അവിഭക്ത ചെറുപുഴയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ എല്ലാ മേഖലയിലും 1987 അദ്ദേഹം നയനാരോട് മത്സരിച്ച് 5067 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, A രൂപേഷ്, KP മോഹനൻ, P ശശിധരൻ മാസ്റ്റർ, VM പീതാംബരൻ, ME ദാമോദരൻ നമ്പൂതിരി, പ്രശാന്ത് കോറം, KT ഹരീഷ്, VV ഉണ്ണികൃഷ്ണൻ, PV പ്രിയ, അർഷാദ് കൗവായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ സെൻട്രൽ UP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന വൈഗേശ്വരിക്ക് ഇനി സൈക്കിളിൽ സ്കൂളിൽ പോകാം. ഒരു സൈക്കിൾ എന്നത് സ്വപ്നം മാത്രമായിരുന്ന വൈഗേശ്വരിയുടെ ആഗ്രഹം ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ പ്രവർത്തകരാണ് സഫലമാക്കിയത്. ഉറക്കത്തിൽ സ്വപ്നം കണ്ട് ദിവസങ്ങളോളം ഭയത്തോടെ കഴിഞ്ഞിരുന്ന പയ്യന്നൂർ കേളോത്ത് താമസിക്കുന്ന സെൻട്രൽ UP സ്കൂൾ വിദ്യാർത്ഥിനി വൈഗേശ്വരിയെ ആശ്വസിപ്പിക്കാനാണ് മാസങ്ങൾക്ക് മുൻപ് നഗരസഭാ കൗൺസിലർ A രൂപേഷ് അവിടെ എത്തിയത്. സുഖാന്വേഷണം നടത്തവേ മോൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സൈക്കിൾ വേണമെന്നായിരുന്നു മറുപടി. പിന്നീട് പലരും അവിടെ പോകുമ്പോൾ വൈഗേശ്വരി സൈക്കിളിന്റെ കാര്യം ഓർമ്മിപ്പിക്കും. ഒരു സൈക്കിൾ എന്നത് അവളുടെ അതിയായ ആഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞ് കൗൺസിലർ A രൂപേഷ് ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ സഹായത്തോടെ കുട്ടിക്ക് സൈക്കിൾ എത്തിച്ചു നൽകുകയായിരുന്നു. തീർച്ചയായും കുട്ടികളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. അവർ നാളെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇതുപോലുള്ള പ്രവർത്തനത്തിലൂടെ അവരുടെ ഭാവി ജീവിതവും ഒക്കെ നല്ല രീതിയിലേക്ക് മാറട്ടെ എന്നാണ് നമുക്കൊക്കെ ആശംസിക്കാനുള്ളത്. ചടങ്ങ് പൊതുപ്രവർത്തകൻ നാൽപ്പാടി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോയിട്ട് മോള് പഠിച്ചിട്ട് നല്ല നിലയിലെത്തണം. അടുത്ത അവാർഡും കൂടി നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാനുള്ള ഒരു സൗകര്യം മോക്കുണ്ടാവണം. അതായത് മോളാണത് തീരുമാനിക്കേണ്ടത്. സുനിത കേളോത്ത്, അർഷാദ് കൗവായി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചവിട്ടിക്കോ
പോയിക്കോ പോയിക്കോ. ജില്ലക്കോട് പോണേ ഓടിക്കാൻ ജില്ലക്കോടുക്കോ കേട്ടോ. കുറുക്കൂട്ടി ശ്രീ മാരണഗുളികൻ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മാരണഗുളികൻ തെയ്യം കെട്ടിയാടി. നിരവധി ഭക്തജനങ്ങളാണ് തെയ്യത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നത്. കുറുക്കൂട്ടി ശ്രീ മാരണഗുളികൻ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് മാരണഗുളികൻ തെയ്യം കെട്ടിയാടി. പുലയ സമുദായത്തിന്റെ തെയ്യങ്ങളെല്ലാം അവർ തന്നെയാണ് കെട്ടിയാടുന്നത്. മതിയായ മെയ്വഴക്കവും മാനസികമായ ഏകാഗ്രതയുമുള്ളവർക്ക് മാത്രമേ മാരണഗുളികൻ കെട്ടിയാടാനാവുകയുള്ളൂ. ചൂട്ടെടുത്തുകൊണ്ടുള്ള ആട്ടം കാണികളെ മറ്റൊരു മായിക ലോകത്തെത്തിക്കും. ആട്ടത്തിന് ശക്തി പകരുന്ന വാദ്യമേളങ്ങൾ തെയ്യാട്ടത്തിൻ്റെ നിർണായക മുഹൂർത്തങ്ങളിലൊന്നാണ്. ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളം മുറുകുമ്പോൾ ആട്ടത്തിൻ്റെ വേഗതയും കൂടുന്നു. കയ്യിലെ തീപ്പൊരി പാറുന്ന ഓലച്ചൂട്ടുകൾ അന്തരീക്ഷത്തിൽ ഉയർന്നു താഴുമ്പോൾ കാണികൾ മറ്റൊരു ലോകത്തെത്തിയിരിക്കും. മാരണഗുളികന് കിട്ടുന്ന ജനപിന്തുണയുടെ രഹസ്യവും മറ്റൊന്നല്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പിൻവശം മുതൽ പോലീസ് ക്വാർട്ടേഴ്സ് അന്നൂർ PWD റോഡിൽ എത്തുന്ന റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പയ്യന്നൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് പിൻവശം മുതൽ പോലീസ് ക്വാർട്ടേഴ്സ് അന്നൂർ PWD റോഡിൽ എത്തുന്ന റോഡ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നല്ല നിലയിലുള്ള ഇടപെടലും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് നഗരസഭ തന്നെ നേരത്തെ ഒരു ഘട്ടത്തിൽ ചെയർമാൻ ഉൾപ്പെടെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വന്ന് ഇതെങ്ങനെയാണ് ഇത് റോഡാക്കി മാറ്റാൻ വേണ്ടി കഴിയുക എന്ന നിലയിലുള്ള ഇടപെടലുകളെല്ലാം നടത്തിയതാണ്. ഏതായാലും ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. AK ശ്രീജ, പോത്തേര കൃഷ്ണൻ, സാവിത്രി കരുണൻ, അഡ്വക്കേറ്റ് ടി നാരായണൻ നായർ, KU വിജയകുമാർ, PK ദിനൂപ്, KV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ ചരിത്ര സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ഇടപെടലുകൾ നടത്തുന്ന സർഗ ഫിലിം സൊസൈറ്റിയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷം നടത്താനായി സംഘാടക സമിതി രൂപീകരിച്ചു. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിന്റെ ചരിത്ര സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയ സർഗ ഫിലിം സൊസൈറ്റി സ്ഥാപിതമായി 50 വർഷം പിന്നിടുമ്പോൾ 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷം നടത്തുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. സർഗ ഫിലിം സൊസൈറ്റി സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനവും വിജയമലയ പുരസ്കാര ജേതാവും സർഗ സ്ഥാപക എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായ KK രാമചന്ദ്രനെ ആദരിക്കുകയും ചെയ്തു. സർഗ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ മേലേടത്ത്, KU വിജയകുമാർ, ബാബു കാമ്പ്രത്ത്, P ജനാർദ്ദനൻ, K രാമചന്ദ്രൻ, TK സന്തോഷ്, R നന്ദലാൽ, PV രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. CV ബാലകൃഷ്ണൻ ചെയർമാനായും PM ബാലകൃഷ്ണൻ വർക്കിംഗ് ചെയർമാനും TK സന്തോഷ് ജനറൽ കൺവീനറും K രാമചന്ദ്രൻ, ഗംഗാധരൻ മേലേടത്ത്, KU വിജയകുമാർ, K ശിവകുമാർ, V ഭാർഗവൻ, VK ദാമോദരൻ എന്നിവർ വൈസ് ചെയർമാൻമാരും PV രാജേന്ദ്രൻ, സന്തോഷ് പെരിങ്ങോത്ത്, BP ഹരിദാസ് എന്നിവർ കൺവീനർമാരും V ജനാർദ്ദനൻ കോർഡിനേറ്ററും KV പ്രദീപ് ട്രഷററുമായി വിവിധ സബ് കമ്മിറ്റികൾ അടങ്ങുന്ന 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ നടക്കുന്ന T ഗോവിന്ദൻ സ്മാരക നാഷണൽ വോളിയുടെ ഭാഗമായി സ്പോർട്സ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് വിഭാഗം തലവൻ ഡോക്ടർ അനൂപ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു.
മെയ് 12 മുതൽ 18 വരെ പയ്യന്നൂരിൽ നടക്കുന്ന ടി ഗോവിന്ദൻ നാഷണൽ വോളിയുടെ ഭാഗമായി പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയിലെയും ജോളി കാനായിലെയും കുട്ടികൾക്ക് സ്പോർട്സ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്പോർട്സ് വിഭാഗം തലവൻ ഡോക്ടർ അനൂപ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. അദ്ദേഹത്തെ ആരാധിക്കുവാനുമുള്ള പല പല കാരണങ്ങളുണ്ടാവാം. ഈ കാരണങ്ങൾ എന്ന് പറയുന്നത് അതേ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ലയണൽ മെസ്സി എന്ന് പറയുന്ന കായിക താരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കലാ കായിക സാംസ്കാരിക മേഖലയുടെ സജീവമായി ഇടപെടൽ ലക്ഷ്യമിട്ട് രൂപീകരിച്ച കൂട്ടായ്മയായ സ്പാർക്ക് ചെറുവത്തൂരിന്റെ ഉദ്ഘാടനം മെയ് 3 നടക്കും. ശനിയാഴ്ച വൈകുന്നേരം 6:30 ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി സഹായം നൽകുന്നതിനും അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനുമാണ് സംഘടന പ്രാധാന്യം നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കലാ കായിക സാംസ്കാരിക രംഗത്ത് പുതിയ കാൽവെപ്പായ ചെറുവത്തൂർ സ്പാർക്കിന്റെ ഉദ്ഘാടനം മെയ് 3 വൈകുന്നേരം 6:30 ചെറുവത്തൂർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാഹിത്യ നിരൂപകൻ EP രാജഗോപാൽ നിർവഹിക്കും. ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് യുവശക്തി അരവത്ത് ജയഭാരതി ടൈലേഴ്സ് നാടകം അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്പാർക്ക് പ്രസിഡന്റ് പ്രവീൺ പ്രകാശ്, സെക്രട്ടറി സജീവൻ വെങ്ങാട്, T രാജൻ, K വീരമണി, CP ഭാസ്കരൻ, മഹേഷ് മണിയറ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ T ബാലചന്ദ്രന് യാത്രയയപ്പ് നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാരൻ T ബാലചന്ദ്രന് യാത്രയയപ്പ് നൽകി. 24 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ബാലചന്ദ്രൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആ ബാങ്കിലത്തെ നല്ല പെരുമാറ്റമുള്ള നല്ലവരെ ആദ്യം നമ്മളെ മനസ്സിലേക്ക് വരും. അത് നേരെ തിരിച്ചാണെങ്കിൽ നമുക്ക് അറിയാം ആ ബാങ്കിലേക്ക് പോകാൻ തോന്നൂല. അങ്ങനെയുള്ളൊരു ജനകീയമായൊരു ഇടപെട്ടുകൊണ്ടുള്ള ബാങ്കാണ് നമ്മുടെ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്. തുടർന്ന് അങ്ങോട്ടും ബാങ്ക് നിലനിർത്താൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണ സഹകരണം നമ്മുടെ ബാങ്കിൻ്റെ കൂടെ ഉണ്ടാവണം, ജനകീയമായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് സവിത ഗോപിനാഥ് സഹകരണ വകുപ്പിലെ സെയിൽസ് ഓഫീസറാണ്. വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ നോർത്ത് സോണിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KCEU സംസ്ഥാന കമ്മിറ്റി അംഗം M സുനിൽകുമാർ ഉപഹാരം കൈമാറി. K സുനിൽ, സബിത ഗോപിനാഥ്, മുരളീധരൻ, PK നാരായണൻ, K ദിനേശൻ, കുഞ്ഞികൃഷ്ണൻ P, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, TV രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. തങ്കയം തൃക്കരിപ്പൂർ മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവം കളഭോത്സവത്തിന് തുടക്കം കുറിച്ച് കോലധാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു. മെയ് 7 വരെയാണ് കളിയാട്ട മഹോത്സവം. തൃക്കരിപ്പൂർ തങ്കയം മാടത്തിൻകീഴ് ശ്രീ വൈരജാത ക്ഷേത്രം കളിയാട്ട മഹോത്സവം കളഭോത്സവത്തിന് തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ബീരിച്ചേരി ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും കോലധാരിയെ കൂട്ടിക്കൊണ്ടുവന്ന് കളിയാട്ടം ഏൽപ്പിക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് തായമ്പക, ശ്രീഭൂതബലി, തിടമ്പുനൃത്തം എന്നിവ നടന്നു. കളിയാട്ട മഹോത്സവം മെയ് 7 സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ടെമ്പിൾ ബ്രദേഴ്സ് 50ാം വാർഷികാഘോഷത്തിന് തുടക്കമായി.
ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായ ടെമ്പിൾ ബ്രദേഴ്സ് അതിന്റെ പ്രവർത്തന മേഖലയിൽ 50 വർഷം പിന്നിടുന്നു. ഇതിന്റെ ഭാഗമായുള്ള 50ാം വാർഷികാഘോഷത്തിന് തുടക്കമായി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായി. മെയ് 3 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് A.V. ലേജു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൈകൊട്ടിക്കളി മത്സരം നടക്കും. ടെമ്പിൾ ബ്രദേഴ്സ് വനിതാവേദി അവതരിപ്പിക്കുന്ന ജലഗോപുരം നാടകം അരങ്ങേറും. മെയ് 4 ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. പ്രമോദ് പയ്യന്നൂർ മുഖ്യാതിഥിയാകും. ചടങ്ങിൽ അവാർഡ് ജേതാക്കളായ ഉദിനൂർ ബാലഗോപാലിനെയും MT അനൂരിനെയും ആദരിക്കും. തുടർന്ന് ടെമ്പിൾ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു ദേശം നുണ പറയുന്നു നാടകം അരങ്ങേറും. ടി.എ. മാധവൻ, ഇ. രാജൻ, ടി.എ. രാജീവൻ, കെ.വി. രാജൻ, രാജു അത്തായി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങ് 2025 സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വലിയ സാമ്പത്തിക പ്രയാസവും പ്രശ്നവുമല്ല നമ്മൾ അഭിമുഖീകരിച്ചു പോകുന്നു. എന്നാലും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അകത്തു നിന്നുകൊണ്ട് CDS എന്ന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് കാങ്കോലാപുരം ഗ്രാമപഞ്ചായത്തിന്റെ CDSന്റെ ഭരണസമിതി തീരുമാനിച്ചത്. നേരത്തെ തന്നെ അതിന്റെ പേര് കൊടുത്ത് വളരെ ചുരുങ്ങിയ മത്സര പരിപാടികളാണ് മത്സരാടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്നത്. എന്നാൽ CDS തല മത്സരം കഴിഞ്ഞ് തുടർന്ന് പയ്യന്നൂർ താലൂക്ക് തലത്തിലുള്ള മത്സരമാണ് പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത്. ചടങ്ങിൽ സബിത അധ്യക്ഷയായി. കെ പത്മിനി, TM സതീശൻ മാസ്റ്റർ, EC സതി, KM വത്സല, ശീതള, ലീല, പ്രസന്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നവജീവനം യോഗ നേച്ചർ ലൈഫ് 2ാം വാർഷികാഘോഷം മെയ് 4 രാവിലെ 10 മണി മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നവജീവനം യോഗ നേച്ചർ ലൈഫ് 2ാം വാർഷികാഘോഷം മെയ് 4 രാവിലെ 10 മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മോട്ടിവേഷൻ ക്ലാസ്, യോഗ സംഗീത ശില്പം, ഉച്ചയ്ക്ക് ശേഷം 300 പേരെ പങ്കെടുപ്പിച്ചുള്ള ചിരി യോഗ, വൈകിട്ട് 4 മണിക്ക് തിരുവാതിര എന്നിവയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ NK ശ്യാംകുമാർ, V നാരായണൻ, KV വിനോദ്, P പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം പഞ്ചായത്ത് ഹരിത കേരള മിഷൻ ടെക്നീഷ്യൻ ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി സംയുക്താഭിമുഖ്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും പ്രാദേശിക കാർഷിക പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ കർഷക സദസ്സ് സംഘടിപ്പിച്ചു. കണ്ണപുരം ബാങ്ക് മിനി ഹാളിൽ നടന്ന പരിപാടി M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇരണാവ് ഡാം ടൂറിസം അതിന് 1 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചു. ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാം ടൂറിസം വരുന്നു. അപ്പോൾ ഡാം നമ്മൾ ടൂറിസത്തിന്റെ ഭാഗം ഉപയോഗിക്കുന്നു. ഷട്ടർ നമുക്കൊരു ബജറ്റ് വെച്ചുകൊണ്ട് നൽകിയ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്ന കർഷകരുടെ കൂടി അഭിപ്രായത്തെ, അതിന്റെ ശാസ്ത്രീയമായ പഠനം മറ്റു ദിവസം നടന്നിട്ട്, പക്ഷെങ്കിലും കർഷകരുടെ അഭിപ്രായത്തെയാണ് നമ്മൾ കൂടുതൽ മാനിച്ചുകൊണ്ട് ഈ ആവശ്യം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ, ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കണ്ണപുരത്ത് പ്രത്യേകിച്ച് ഉപ്പുവെള്ള പ്രശ്നം ഉണ്ടായപ്പോൾ ഇറിഗേഷന്റെ ബന്ധപ്പെട്ട ഉന്നത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഏറ്റവും കൂടുതൽ ഹരിതമിത്രം വിതരണം ചെയ്ത ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള അനുമോദനവും MLA നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K. രതി അധ്യക്ഷയായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ കർഷക സദസ്സിനെക്കുറിച്ച് വിശദീകരണം നടത്തി. കണ്ണപുരം കൃഷി ഓഫീസർ U. പ്രസന്നൻ വിഷയാവതരണം നടത്തി. കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി Dr. P. ജയരാജ്, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ T. ഗംഗാധരൻ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ KM സുനിൽകുമാർ എന്നിവർ മോഡറേറ്റർമാരായി. തുടർ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുള്ള അവതരണം
ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി സെക്രട്ടറി വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, കണ്ണൂർ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AV വിനോദ് കുമാർ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ T ശോഭ എന്നിവർ സംസാരിച്ചു. വിവിധ കർഷകർ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമാലയം ബഡ്ജറ്റ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ നിർമ്മിക്കുന്ന നോട്ട്ബുക്കുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 9744856535. പേരൂർ ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രം ചേപ്പായിക്കോട്ടം കളിയാട്ട മഹോത്സവം മെയ് 3 മുതൽ 7 വരെ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പോർട്സ് എക്കോണമി എന്ന പുതിയ ധനശാസ്ത്രത്തിന് ഇന്ത്യയിലാദ്യമായി കേരള സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. തവിടിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ വളർത്താനും പിന്തുണ നൽകാനും പൊതുസമൂഹം കൂടുതലായി മുന്നോട്ട് വരണമെന്ന് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. തിമിരി സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുഞ്ഞിമംഗലത്ത് നിർമ്മിച്ച മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചിലവിലാണ് മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കാറിടിച്ച് പരിക്കേറ്റ റിട്ടയർഡ് KSFE സീനിയർ മാനേജർ മരണപ്പെട്ടു. പയ്യന്നൂർ കാറമേലിലെ മാവില മധുസൂദനനാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പീരക്കാന്തടം പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം നടന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.